എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ ഓൾറെഡി ഒരു കടയുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഫുഡ് ചാലഞ്ച് തന്നെ വന്നിരിക്കുന്നത് ഫുൾ മെനു കഴിച്ചാൽ ചിക്കിങ്സിന്റെ ഐ വിൽ ഗിവ് യു 10K, ഹാഫ് മെനു 5K, ദർ ഇസ് നോ 7.5K. സത്യം പറഞ്ഞാൽ ആരും എത്താറില്ല, നിറയെ 5K വരെ എത്തുന്ന നോക്കട്ടെ. ഫുള്ള് കഴിക്കണം. ഇവിടെ ഇന്നെന്തോ ഓഫർ കൂടി ഉണ്ടെന്ന് പറയുന്നതായിട്ട്. അപ്പം പ്രൊമോഷൻ അല്ല പ്ലീസ്, ഓഫർ ഉണ്ട്, ആ ഒരു ദിവസം വന്നിരിക്കും, നമ്മൾ ഓഫർ കൂടി ട്രൈ ചെയ്തേക്കാം, എനിക്ക് കുറച്ച് ലാഭം ഇരിക്കട്ടെ. അതല്ല വേറെ ഒന്നുമില്ല. എന്തായാലും എന്റെ പുതിയ വീഡിയോക്കകത്തൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഗൂഗിൾ ഫോം ഉണ്ട്, താഴത്ത് ഫില്ല് ചെയ്യാൻ മറക്കരുത്. അതിനകത്ത് ഓരോ ആൾക്കാർ എടുക്കുന്നതാണ് എപ്പോഴും. ഞാൻ ഇനി മാസത്തിൽ പല വീഡിയോസ് ഇടുന്നതാണ്. കുറെ ഫുഡ് ചാനൽ വീഡിയോസ് കാണും, അധികം പൈസ റോൾ ചെയ്യാൻ വേണ്ടി. അതല്ലാതെ കുറെ വേറെ വീഡിയോസും കാണും കേട്ടാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ആളെവിടെ, ആരെവിടെ, അവനെവിടെ? ഇതാണ് നമ്മുടെ കണ്ടസ്റ്റന്റ്. ഫുൾ ചിക്കൻ ഒന്നും ബാക്കി വെക്കാൻ കഴിക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞു അല്ലേ? മൊത്തം തീർക്കും മച്ചാനെ. എന്ത് നിങ്ങളുടെ കളിയോട് കള്ള് തുറച്ചു പറയുകയാണ്, ഇതൊന്നും ഒരു നിഷ്പ്രയാസമാണത്. എല്ലാരും ബാക്കി 5000 വെച്ചെങ്കിൽ ഇപ്പം 10000 സെറ്റ് കഴിക്കുമെന്ന് തോന്നുന്നു. എന്നാലും നല്ല വലിയ സൈസുള്ള ഒരുത്തരാ. കഴിക്കുമല്ലേ? ഒന്നും ബാക്കി വെക്കത്തില്ല. എല്ലാം വെച്ച് ബാക്കി ഓക്കെ, എല്ലാം വെച്ച് ബാക്കി എല്ലാം വെക്കുക. ആവശ്യത്തിലധികം മെനു ഉണ്ടല്ലേ? റാപ്സും ചിക്കനും നഗറ്റ്സും ടാക്കോയും. പിന്നെ ഇപ്പം ഓഫർ കൊണ്ട് എന്തോ ആനിവേഴ്സറിയുടെ ഓഫർ വേണേ അത് ഒരു ബക്കറ്റ് മേടിച്ച് നോക്കണം. റാപ്പിൽ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. പക്ഷേ ബക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ബക്കറ്റ് കഴിച്ചു നോക്ക്. ഒരു ഇവിടുത്തെ ഏറ്റവും വലിയ ബക്കറ്റാണ് അത് കേട്ടാ. അത് നമുക്കൊന്ന് ഓർഡർ ചെയ്ത് നോക്കാം. ഈ ആനിവേഴ്സറി ഞാൻ വന്നിട്ട് ഇവിടെ വന്ന് വീഡിയോ ഒക്കെ പറയുമ്പോൾ എനിക്ക് ഞാൻ പൈസ മേടിച്ച് പറഞ്ഞാൽ പില്ലേ ഉണ്ടായിരുന്നു. പൈസ മേടിക്കാതെ പൈസ മേടിച്ചെന്ന് ആൾക്കാർക്ക് തോന്നുന്നു. ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് ആ പൈസ കിട്ടില്ല. ചേട്ടൻ പ്രൊമോഷൻ ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഞാൻ റിച്ച് ആണല്ലോ എല്ലാം പറയുന്നത്. ഇത് ഏത് ഭാഗമല്ല, അത് ശരിയാ, ഞാൻ റിച്ച കാണുന്നവർക്ക് തോന്നുന്നു, എനിക്ക് തോന്നിട്ടില്ല വരെ. ആ ഒരു ബക്കറ്റ് എത്ര വലുതാണെന്ന് എനിക്ക് അറിയത്തില്ല. 25 പീസ് ഉണ്ടെന്ന് പറയുന്നത്. അത് ഹാഫ് മെനുക്കുള്ള ഉണ്ടായില്ലേന്ന് വന്നു കേട്ട് പറയാം. ഞാൻ ഡയറക്റ്റ് അത് തന്നെ ഓർഡർ ചെയ്തുകൊണ്ട് വരുമ്പോൾ അറിയാം. ഇതാണ് 25. ഇത് അത്രയ്ക്ക് വലുതല്ലേ? നീ കഴിക്കും ഒറ്റയ്ക്ക്? അൽഡുമ ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു നിനക്ക് കഴിക്കാൻ നല്ലതാണ്. കുറച്ചുണ്ട്, പക്ഷേ എന്റെ വയറ്റിനകത്ത് സ്റ്റൊമക് ഫീലിംഗ് എല്ലാം തോന്നും. കുഴപ്പമില്ല. അറിയത്തില്ല, സാധാരണ ഇതുവരെ ഞാൻ ഒരു ഐറ്റം കഴിക്കുന്നതിന് 5000 കൊടുത്തിട്ടില്ല. കണ്ടാൽ തന്നെ ഹെവി പീസ് ആണ്. കണ്ടാൽ തന്നെ ഹെവി ആയിട്ട് തോന്നുന്നു. ഇത് ഒരു ഐറ്റത്തിനുള്ള ഉണ്ട്. എനിക്കൊരു ഡൗട്ട്, ഇന്ന് 2 ഐറ്റം കഴിക്കുന്നതിന് 5000 തരാൻ. കണ്ട ഒരു മുട്ടനാടിന്റെ സൈസ് ഉണ്ട്, കുറച്ചുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമല്ലേ? എന്നാ പ്ലേറ്റ് ചിക്കൻ പൊതുവെ കഴിക്കാറുണ്ടോ? കൈവച്ച് തന്നെ പോണ ഇറക്കുവാണ്. കുറവല്ല. യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെയാണ് കഴിക്കുന്നത്. വെറൈറ്റി ഞാനുണ്ട്. നേരത്തെ ഞാൻ കഴിച്ചപ്പോൾ ചിക്കൻ മടുപ്പായിരുന്നു. ഇപ്പം എനിക്ക് ചിക്കൻ ഇച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. കസ്റ്റമർ ഫ്രണ്ട്ലി. എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയാണ് സത്യം പറയും. എനിക്ക് കിട്ടിയിട്ടില്ല. ഫ്ലേവേഴ്സ് എല്ലാം ഇച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ആരും വിശ്വസിക്കും, ഉറപ്പാ ആരും വിശ്വസിക്കത്തില്ല. കയ്യിൽ പോയി. എന്തായാലും നീ കഴിക്കും. നല്ല വലിയ കൈയാണുള്ളത്. നിന്റെ വിരല് വലുതാ നോക്കി. അവന് വേറൊരു സെഷൻ തന്നെ വലുതാണല്ലേ കാട്ടില്. നീ എന്തുവാണ് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിച്ചെന്ന് പറയുന്നത് ചാറ്റ് ജിപിടിന്ന്? ബേസിക്കലി ടിപ്സ് ആൻഡ് ട്രിക്സ് അവർ പറഞ്ഞു ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് റാപ്പ് ചിക്കൻ, അവസാനം നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ബട്ട് ചിക്കനേ ഉള്ളു ഇവിടെ. റാപ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മള് ബക്കറ്റല്ലേ കഴിക്കുന്നത്, റാപ്പിൽ ഓപ്ഷൻ ഇല്ല. നീ 2ാമത് ചിക്കൻ എത്തിയാ? എപ്പാ? 25 ചിക്കൻ ഉണ്ട് കേട്ടാ. നീ ബോണൊക്കെ അവിടെ വെച്ചേക്കണം. ഡിപ്പ് വേണ്ട അവിടെ ഉണ്ട്. ഡിപ്പ് കുഴപ്പമില്ല, പക്ഷെ ഞാൻ അങ്ങനെ സാധാരണ നീ വേണ്ട കഴിക്കൊന്നും വേണ്ട. ഡിപ്പിന് നമ്മൾ കണക്കില്ല ഇവിടെ. ഞാൻ കേരളത്തിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കഴിച്ച് നീ പറയുന്നതിന് മുമ്പേ അടുത്ത ഐറ്റം എടുത്ത് ഇടുവാണല്ലോ. ഇവനെ ഞാൻ രാവിലെ മെസ്സേജ് ചെയ്തതാണ്. ഒറ്റയടിക്കാൻ അവിടെ നിലവരെ വന്ന് ഭയങ്കര അപ്രത്യക്ഷമായിട്ട് നീ എനിക്ക് എന്ത് മെസ്സേജ് ചെയ്തത്? നീ കഴിക്കുന്നു പറഞ്ഞല്ലേ? അല്ല, ഹിന്ദി മലയാളം ഫ്രഞ്ച് ഒക്കെ അറിയാം. ഫ്രഞ്ച് എല്ലാം പറഞ്ഞു. Bonjour mademoiselle, monsieur. അത് അറബിയാണോ ഫ്രഞ്ചാണോ? അല്ല, ഫ്രഞ്ച് ആണ്. Good morning ladies and gentlemen, how are you? Comment allez-vous means how are you? ഞാൻ സാധാരണ ഫ്രഞ്ചൊക്കെ അറിയാന്ന് പറയുമ്പോൾ ചോദിക്കാൻ നേരത്തെ കുറച്ച് സമയം എടുത്ത് അവർ പറഞ്ഞു തുടങ്ങി. ഇവൻ അപ്പം തന്നെ ഞാൻ റെഡിയാ. ഫ്രഞ്ച് അങ്ങോട്ട് ഇറക്കി. ഫ്രഞ്ച് പഠിച്ചെന്ന് ഞാൻ 9ാം ക്ലാസ് തൊട്ട് ഹോസ്റ്റലിൽ 11th and 12th തമിഴ്നാട്ടിൽ പഠിച്ചപ്പോൾ അവിടെ സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച്. അപ്പോൾ ഇപ്പം ഫ്രഞ്ച് അങ്ങനെ കീപ്പപ്പ് ചെയ്യുന്നു? ഫ്രഞ്ച് ഞാൻ അങ്ങനെ കീപ്പപ്പ് ചെയ്യല്ല. പിന്നെ ചിലപ്പം ഈ ഇംഗ്ലീഷ് സിനിമാസ് കണ്ടിട്ട് ഫ്രഞ്ചിനെ ആക്സന്റിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ ആക്സന്റ് ഒക്കെ പറയുകയാണെങ്കിൽ പിങ്ക് പാന്തർ മൂവിക്കായിട്ട് അവർ പറഞ്ഞ നമ്മളെ സാധാരണ ഹാംബർഗർ എന്നല്ല, അവര് ഹാംബേഗ്. ഒരു ആക്സന്റും അത്യാവശ്യം ഇച്ചിരി ക്യൂട്ടാണ്. ഒരു ഫ്രഞ്ച് ലേഡീസിന് പൊതുവെ ഒരു ക്യൂട്ട് ആക്സന്റ് ഉണ്ട്. മലഡി ക്രിഗിമിസം ഹാംബേഗ്. ഏതാ 4ാമത്തെ പീസ്? 4ാമത്തെ. വിശപ്പ് അടഞ്ഞൊന്നും ഇല്ലല്ലോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് മതി, അത് കേട്ടാൽ മതി. കോക്കോ എല്ലാം വേണം? വേണ്ടല്ലോ, വെള്ളം മതി. ഇവിടെ നോക്കാറുണ്ട്. ഇവന്റെ കൈ ഇത്ര വലുതായതുകൊണ്ട് ആ പ്ലേറ്റിനൊട്ടും വലിപ്പമില്ല കേട്ടോ. കണ്ടു നോക്കിയേ. റിസപ്ഷൻ ആൾക്കാർ പറഞ്ഞത് ഇത് 3 പേരുടെ ആഹാരമാണെന്ന്. നമുക്ക് നോക്കട്ടെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുമില്ല. ക്ലീൻ ആയിട്ട് കഴിക്കണം. ഈ പൊക്കത്തുള്ള ബ്രോസ്റ്റ് ഒക്കെ അത് ഞാൻ വിചാരിക്കുന്ന ചാറ്റ് ജിപിടി സ്ട്രാറ്റജി അവസാനം കഴിക്കുന്നതായിരിക്കും നല്ലത്. അവസാനം കഴിക്കുന്നത് കഴിച്ചാൽ മതി. കഴിക്കും. ഞാൻ ഹോസ്റ്റലിൽ വന്നപ്പോൾ ഈ മന്തിയുടെ ചിക്കൻ്റെ ഒക്കെ വീഡിയോ വിശപ്പ് വരുമ്പോൾ കാണും. അത് വേറെ ഫീൽ ആണ്. അവന് എന്റെ മന്തി വീഡിയോ കണ്ടിട്ടുണ്ടോ? അതാണ് ബ്രോഡ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്.
നീ പതുക്കെ കഴിയട്ടെ അല്ലേ വാ മുറി. അടുത്ത ചിക്കൻ എടുത്തോ, നമുക്ക് കഴിക്കാം. സോസ് എല്ലാം മേടിക്കണം, ടൊമാറ്റോ സോസ് ഒന്നും വേണ്ട. 6 ചിക്കൻ പീസ് എത്തിയിരിക്കുകയാണ് അവൻ ഇനി 19 ചിക്കൻ പീസും കൂടി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 19 7th 8th 9th. ഒരു നിങ്ങൾ കമൻസിൽ പറയണം കേട്ടോ. ഇതെന്തായാലും ഇവന് 2 ഐറ്റത്തിനാണ് ഞാൻ 5K കൊടുക്കുന്നത്. അത് എളുപ്പമായി പോയില്ലേ നിങ്ങൾ കമൻസിൽ പറയുക. എനിക്ക് തോന്നുന്നില്ല 15 ചിക്കൻ ഇല്ലേ, ബുദ്ധിമുട്ടാ. ചിക്കൻ ഒറ്റക്കൊരാൾക്ക് ടാസ്ക് ആണ്. ഇവൻ പറഞ്ഞ നിഷ്പ്രയാസം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അതൊട്ടൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ പറയേ. അതിനെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ആൾക്കാർ അല്ല, നീ നിഷ്പ്രയാസം കഴിച്ചു കളയും. അപ്പൊ അതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ എന്ത് എങ്ങോട്ട് പോകുന്നില്ല. നീ ഇപ്പൊ 2 കൂടെ എടുത്തില്ലേ? എനിക്ക് ഡൗട്ട് തോന്നട്ടോ, 3 പേർക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ഇത് ഇവന് പറ്റുന്നതെന്ന് തോന്നിയില്ല. ഇവന് ഞാനിത് കുറച്ച് വലിപ്പം കണ്ടിട്ടാണ് ഇത് കഴിച്ചാൽ മതി കൊറോണ കഴിച്ചാന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവന്റെ കഴിപ്പ് കണ്ടിട്ട് ഇവനെ കോമ്പറ്റേറ്റീവ് ഈറ്ററുകളെ കണ്ട്. ChatGPT പറഞ്ഞതെല്ലാം അച്ചട്ടാണെന്ന് തോന്നുന്നു. എല്ലാം ഫോളോ ചെയ്തിട്ടിരിക്കുക. ഓൾമോസ്റ്റ് ഇപ്പൊ എത്ര എത്തി? 9 10 11ാമത് ചിക്കൻ എത്തി. സ്ട്രാറ്റജിയാണ്, എനിക്കറിയില്ല ഏത് സ്ട്രാറ്റജിയാണ്. അവിടെ നിന്ന് പോസ് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ചിക്കൻ സ്പോൺസർ ചെയ്ത അർജുൻ ബൈക്കും ക്യാമറമാൻ. വീട്ടിൽ ആഹാരമൊന്നും കിട്ടാറില്ലേ? വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കും. ആണോ? അതിന്റെ കുറവ് കാണാനുണ്ട്. നീ ഉണ്ടാക്കുന്നത് നീ കഴിക്കുന്നില്ലെന്ന് തോന്നുന്നു. കഴിക്കും. രാവിലെ ചപ്പാത്തി, പുട്ട്. സെൽഫ് ഇൻഡിപെൻഡന്റ്, മേക്ക് ഇൻ ഇന്ത്യ. അവൻ ആത്മനിർഭറാണ്. ഇതുവരെ വന്നാലുള്ള ഏറ്റവും വലിയ വിരലും കൈ വേണ്ട. അതാണ് എനിക്ക് എന്ത് കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഇരിക്കുമ്പോൾ ഒട്ടും തോന്നുന്നില്ല ഈ ചിക്കൻ്റെ പീസ് വലുതാണെന്നത്. പക്ഷെ എൻ്റെ ഇരിക്കുമ്പോൾ പിന്നെയും അറ്റ്ലീസ്റ്റ് കുറച്ച് വലിപ്പങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ വെക്കുന്നവരൊക്കെ ഉണ്ട്. 3 പേരുടെ ചിക്കൻ ആയിരുന്നു ഒരാളുടെ നിന്ന് കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു വല്ല റാപ്പൊക്കെ പറയുന്നത് ഇതിനെക്കാട്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ വന്നാൽ കഴിക്കുന്ന എനിക്ക് വല്ലതായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഇതൊക്കെ എൻ്റെ ഇവിടുന്ന് ഇവിടം വരെ എത്തി തീരുകയാണ്. അവൻ്റെ ഇനിയും പൊക്കത്തോട്ടുണ്ട്. കുറച്ച് ഫീൽ ആയി തുടങ്ങിയെന്ന് തോന്നുന്നില്ലേ? അതെല്ലാം കഴിക്കാൻ തോന്നുന്നു. 25 ചിക്കൻ പീസ് എത്ര എടുത്തുന്ന പോലെ അറിയത്തില്ല എനിക്ക്. 1 2 3 4 5 6 7 7 ആയല്ലോ. അപ്പോൾ 18 കഴിച്ചു കഴിഞ്ഞ് റെക്കോർഡ് ടൈമിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും സമയം എടുത്തില്ല കഴിക്കാൻ. പറത്തി വിടുവാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ട് വരാം. പെട്ടെന്ന് വരാം, അല്ലെങ്കിൽ ഇവൻ ചിലപ്പോൾ എല്ലാം തീർത്ത് കളയും. ടേബിൾ ബാക്കി വെക്കണം കേട്ടോ. ഇതിന്റെ സ്പീഡിലുണ്ട് എനിക്ക് എന്തോ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഫുഡ് ബാക്കിയുള്ള കാണാൻ പറ്റും. താഴത്തോട്ട് പോകുന്നില്ല, എനിക്ക് അവനെ ഉറപ്പില്ല. അവൻ കഴിച്ചു തീർക്കാം. നീ എവിടെ വെച്ചാൽ ഓർഡർ ചെയ്യും. ഒരു മെക്സിക്കൻ ബർഗർ കേട്ടോ. അത് നിന്ന് ഓടിയൊക്കെ കഴിക്കുന്നു. കുറച്ച് ഇനിയും ബാക്കിയുണ്ട്. നീ ഇതും കൂടി കഴിച്ചാൽ 5K ആവും. ഇതും അതും കൂടി കഴിച്ചാൽ ഒരു ബർഗർ കൂടി വരും. എന്തായാലും ഈ ബർഗർ കഴിഞ്ഞിട്ട് 7 ഐറ്റം കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ 10,000 കൊടുക്കുന്നതാണ്. ഇവൻ്റെ പോക്ക് വേണ്ടി ചിലപ്പോൾ ഇവൻ സെറ്റാക്കുമായിരിക്കും. എലിൻ്റെ തന്നെ ഒരു കൂമ്പാരമായി. ജുറാസിക് വേണ്ടി പോയാ ഇതും കൂടി എടുത്ത് ആ പ്ലേറ്റിൽ ഇട്ടോ. 3 സ്ട്രിപ്പും പിന്നെ 2 വിങ്സും ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ മോട്ടിവേഷൻ വേണ്ടി ഇങ്ങനെ ആക്സോലും ഉണ്ടാവും. എന്തിനാ? ഇത് തലവേദന കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിനടക്കാം. അല്ല, തലവേദന എക്സാം ടെൻഷനൊക്കെ ആണെങ്കിൽ ഇന്ന് സ്മെൽ ചെയ്തതാണ്. ഇതുകൊണ്ട് നിനക്ക് മോട്ടിവേഷൻ കിട്ടും. കഴിക്കൂ. ഓ കഴിക്കൂ. ഓ പെട്ടെന്ന് കഴിച്ചല്ലേ, ഞാൻ എടുത്ത് കഴിക്കും. എന്നെ ഒടുക്കത്തെ മോട്ടിവേറ്റ് ചെയ്ത്. ഓ എന്താണിത്? കൂടത്രമായിരുന്നു കൂടെ. ഇത് ഗോൾഡ് മെഡൽ ഓയിൽ എന്ന് പറയും. ഗോൾഡ് മെഡൽ ഓയിൽ? ഇടുക്കി ഗോൾഡ് അല്ല, ഗോൾഡ് മെഡൽ ഓയിൽ. ഗോൾഡ് മെഡൽ ഉള്ളതൊക്കെ വലിക്കും. ഇത് ഇടുക്കി ഗോൾഡ് അല്ലാണ്, ഗോൾഡ് മെഡൽ ഓയിൽ. ഗോൾഡ് മെഡൽ ഓയിലാ? ഇതെവിടെയാണ് വിൽക്കാൻ കിട്ടുന്നത്? ഇത് ആമസോണിൽ 250 രൂപയ്ക്ക് കിട്ടും. 25 ചിക്കനകത്ത് ഇപ്പോൾ 3 ചിക്കൻ മാത്രമേ ബാക്കിയുള്ളൂ. നീ അതും കൂടി ഒന്ന് നീ എടുത്തോ. വിക്ടറി. കമോൺ ഒന്നുമില്ല, എനിക്ക് തീരാറായി. ആ പ്ലേറ്റ് കഴിച്ചു തീർക്കുക. ഈ പ്ലേറ്റ് തീർന്നു. പിന്നെ ഒരു ബർഗറും കൂടി വരും. അത് എനിക്ക് കഴിച്ച $5,000. ഒരാഴ്ച തന്നെ ഉണ്ടല്ലോ ബ്രോ. ചിക്കനായിട്ട് എടുക്കത്തെ ക്ലോസ് ആൻഡ് പേഴ്സണൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കടയല്ല. മോൻ ചിന്തകളൊക്കെ പിന്നെ കഴിച്ചു തീർക്കൂ. ഗോൾഡ് മെഡൽ അടിക്കും. കുറച്ച് ജയിച്ചിട്ട് പോയാൽ മതി. മണത്തോ? ഞാനും മണക്കട്ടെ. ശാന്തി. ഗോൾഡ് മെഡൽ. ഗോൾഡ് മെഡൽ അല്ലാക്കി വലിച്ചു ഒന്നും കഴിക്കാത്തവരുള്ളത് അറിയത്തില്ല. അത് കഴിച്ചില്ല രാവിലെ. എന്താ ബ്രോ ട്രിപ്പ്? സത്യം പറഞ്ഞ ഗോൾഡ് മെഡലിന്റെ ആളായത്. Show it to all the viewers who are watching. You are not just talk. You can walk the talk. എപ്പോഴും ഇത്ര 25 ചിക്കൻ കഴിച്ചിട്ടുണ്ടോ? അല്ല, സാധാരണ ഒരു മാക്സിമം 1 2 3 3 കഴിക്കാറില്ല മാക്സിമം. 3 നല്ല പ്രോഗ്രഷൻ. നിന്റെ അവസാനത്തെ ബർഗർ പറ്റി. ഇതും 2 കൂടി കഴിച്ചാൽ മാത്രം മതി.
ഇറ്റ്സ് ഓക്കെ, ഈസി. ഈസി. നീ അവസാനം വെച്ചിരുന്ന കുറെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ബ്രോസ്റ്റ് മാത്രമുണ്ട് അതിനകത്ത്. സാറിന് ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രോസ്റ്റഡിൻ്റെ ഈ ഫുള്ളും കാപ്സ് കഴിക്കുമ്പോൾ നല്ലൊരു മടുപ്പ് വരും. വെള്ളം വന്നിട്ടുണ്ട്. കഴിക്കൂ, ഇത്ര കഴിച്ചില്ലേ, നീ കുറച്ചുകൂടി മാത്രം വേറെ കഴിക്കുകയാണ്. എന്ത് ഇങ്ങനെ കഴിക്കാൻ പോകുന്ന? ചതയ്ക്കുന്നു. എല്ലാ സ്ട്രാറ്റജിയും കൂടി വേണ്ടി വരുന്നു. ഫസ്റ്റ് ബൈറ്റ് എടുത്തിരിക്കുകയാണ് അവൻ്റെ ബർഗറിൻ്റെ. നല്ല ഉന്മേഷത്തോടെ കഴിച്ചോണ്ടിരിക്കുകയാണല്ലോ. എന്ത് തോന്നുന്നു? ഇതൊരു വെറൈറ്റി ഫീലാണ്. ടേസ്റ്റിൻ്റെ ബ്രോസ്റ്റഡ് വെച്ചിട്ട് നല്ല മടുപ്പായിരുന്നു. ഇപ്പം നമ്മൾ ഡെസേർട്ടിൽ ഒയാസിസ് കാണുന്നതിൻ്റെ ഒരു ഫീൽ. ഓക്കെ മനസ്സിലായി. 10,000 രൂപ വേണമെങ്കിൽ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് 7 ഐറ്റം കൂടി കഴിക്കേണ്ടി വരും. അപ്പോഴാണ് 10,000 കിട്ടാൻ പോകുന്നത്. എന്തായാലും ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കഷ്ടി പറയാമെന്ന് പറഞ്ഞു. മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും എൻ്റെ ചാനലിനകത്ത് 5K മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ 10K എടുത്തോ ഇല്ലയോ ഇത് കഴിച്ച് കഴിയുമ്പോൾ. കഴിച്ച് കലി വരുന്നു. ഒയാസിസ് ആണത്. ബർഗർ സീനല്ല. ഇറങ്ങുന്നില്ല ബർഗർ, പറയരുത് ഇറങ്ങുന്നില്ലെന്ന്. ബർഗർ കയ്യിരുന്ന് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കമോൺ, പ്ലേറ്റിലുള്ളത് മാത്രമേ ഉള്ളൂ, ഇനി വേറൊന്നും ഇല്ല ഫുഡ്. ഫുള്ളും മനസ്സ് മടുത്തു. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ജസ്റ്റ് ആ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. ആ പ്ലേറ്റിന് ഈ പ്ലേറ്റ് കണക്കായി കഴിഞ്ഞാൽ ഫുഡ് തീർന്നു. പറ്റൂല, അത്രേ ഉള്ളൂ. അത്ര കേട്ടാൽ മതി എനിക്ക്. അവസാന സ്ട്രെച്ചിൽ ഇപ്പൊ കുറച്ച് ബർഗറും കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കുറച്ച് സംഭവങ്ങളും മാത്രം ബാക്കി. അവൻ പ്ലേറ്റ് ക്ലീൻ ആക്കി തരാൻ പോവുകയാണ്. ഏതോ ഒക്കെ ദൈവത്തിന് വിളിക്കുന്നത്. നീ അത് കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ച് നോക്കാം. അപ്പൊ ഇറങ്ങി പൊക്കണം വെള്ളമായിട്ട്. ഒരു ബൈറ്റും കൂടി. ഒരു ബൈറ്റിൽ നിൽക്കാൻ വരുന്നില്ല. ഇവൻ അവസാന നിമിഷം കൊണ്ട് ഒരു ബൈറ്റ് നിർത്തുന്നതൊക്കെ ഫീൽ ആക്കുന്നില്ല. സസ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റ് നിന്നു. കുറച്ച് നടന്നിട്ട് വാ. സംസാരിക്കുന്ന പോലും ഇല്ല. എന്തായാലും ഈ 5K പൊക്കത്തൊരു 10K എന്തായാലും കുതിച്ച് പോകുമെന്ന് തോന്നുന്നില്ല. ഫൈനൽ സ്ട്രെച്ച്. ലെറ്റ്സ് ഫ്രിക്കിംഗ് ഗോ. ലെറ്റ്സ് ഗോ ബോയ്സ്. തീർത്തിരിക്കുന്നു അവസാനത്തെ സ്ട്രെച്ച്. എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത്ര ബുദ്ധിമുട്ടുള്ള പ്രതീക്ഷിച്ചില്ല. അവസാനത്തെ കഴിച്ച് കലി കയറിയത്. ബ്രോക്ക് നമുക്ക് 5,000 കൊടുക്കാനുണ്ട്. 10K നോക്കുന്നോ? 2 മിനിറ്റ് ആയിട്ട് നോക്കാം. ബ്രീത്ത്. ബ്രോ ഫുൾ മാക്സ് ആയി കിടക്കുകയാണെന്ന് തോന്നുന്നു. നോക്കുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. ഇത്ര സ്ട്രഗിൾ ചെയ്ത് 1.5 നല്ല സ്ട്രഗിൾ ചെയ്തത്. അതുകൊണ്ടാണ് ഇനിയും ട്രൈ ചെയ്യുന്നത്. നമുക്കൊരു 10 മിനിറ്റ് ഒരു കട്ട്. നമ്മുടെ കക്ഷി ഇതുവരെ തോൽവി സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 2 ഐറ്റം കൂടി ഓർഡർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 4 ഐറ്റം കൂടി കഴിക്കണം. എന്നാലേ 10K ആത്തുള്ളൂ. എന്തായാലും 2 വെച്ച് തുടങ്ങാം. അതുകൊണ്ട് ചിക്ക് പോപ്പും ഒരു ബ്ലേസിംഗ് ബൈറ്റ്സ് ഓർഡർ ചെയ്യുന്നു. ബ്ലേസിംഗ് ബൈറ്റ്സ് ഇതാണ്. കക്ഷി തോൽവി സമ്മതിക്കുന്നേ ഇല്ല. കക്ഷി കഴിച്ചിട്ടേ പോകത്തുള്ളത്. ഞാൻ പിന്നെ ഇത്രയും പ്രഷർ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി കക്ഷി മാക്സ് ഔട്ട് ആയിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ കഴിക്കും. ഡിറ്റർമിനേഷനേ ഉള്ളൂ. എന്ത് സംഭവിക്കുന്നു എനിക്കറിയില്ല. എന്തായാലും ഞാൻ വലിയ ഓർഡർ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തു. എന്താ 10,000 മേടിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാനായിട്ട് വന്നോണ്ടാണോ? കഴുത്ത് വരെ എത്തി. എന്നിട്ടും ഞാൻ കഴിച്ചിട്ടേ പോകുള്ളൂ. ആദ്യമായിട്ട് വരാണ് ഒരു മോട്ടിവേഷൻ. അർജുൻ ബ്രോയുടെ മോട്ടിവേഷൻ 10K ഇതുവരെ എത്തിയിട്ടില്ലല്ലോ പറഞ്ഞു. എന്റെ കഴുത്ത് വരെ എത്തി. തലയുടെ പൊക്കത്തോട്ട് പോകും. 10K ഹാഫ് മാരത്തോൺ അല്ലെങ്കിൽ ഫുൾ മാരത്തോൺ വരെ എടുക്കും. ഹാഫ് കഴിഞ്ഞ് ഫുള്ളിലോട്ട് പോവുകയാണ്. 2 ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ഫുഡ് വരട്ടെ. അടുത്ത ഫുഡ് എത്തിയിരിക്കുകയാണ്. ബ്രോ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. 2 ചെറുതാ പക്ഷെ നോക്കിയാ. ഇപ്പൊ കഴിക്കാൻ റെഡിയല്ലേ? 10,000 മേടിക്കാനുള്ള ഫുൾ ഉന്മേഷത്തിലാണ്. ഏതാ കഴിക്കുന്നത് ആദ്യം? ഫസ്റ്റ് 2 മിക്സ് ചെയ്യാൻ പോകണം. മിക്സ് ചെയ്ത് കഴിക്കും. 10,000 കൊടുക്കാനുള്ള ആഗ്രഹം മാത്രമാണ് എനിക്ക്. പെട്ടെന്ന് കഴിച്ച് തീർക്കും. നമുക്ക് ടൈം കുറവാണ്. പെട്ടെന്ന് കഴിക്കണം. എന്ത് തോന്നുന്നു കഴിച്ചിട്ട്? 10K വരെ എത്താൻ ചാൻസ് മതി. 7 ഐറ്റം കൂടി. 10,000 വേണ്ടി 7 ഐറ്റം കൂടി. ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത്രയ്ക്ക് വലിയ ഐറ്റം ഞാൻ മേടിക്കുന്നില്ല. എന്നാലും 7 ഐറ്റം കഴിക്കണം. കഴിക്കൂ. പകുതിയായി. If he manages to complete all this, I'm gonna be shocked. I'm not gonna lie. Okay. I was enjoying the quality of the food. I don't think he can enjoy much further, but he was almost close to like puking. But I guess he just doesn't want to give up. Something's gonna happen here. 7 ഐറ്റത്തിനകത്ത് ഫസ്റ്റ് ഐറ്റം തീരാൻ പോവുകയാണ്. ഞാൻ ഇനി ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ഐറ്റം കൂടി പറയാം. 2ാമത് ഐറ്റം ഓർഡർ ചെയ്യട്ടെ. ഗ്രിൽഡ് ലോലിപോപ്പ് 10 പീസ്. അത് മതി. ഇപ്പോൾ വേറെ ഒന്നും പറയാം. ആദ്യമായിട്ട് ഒരാൾ 10,000 മേടിക്കാൻ പോവാണ്. നമുക്ക് ഒരേ ഐറ്റം ഓർഡർ ചെയ്ത് പെട്ടെന്ന് കയറി ചാടാൻ. തീരാറായി. ലാസ്റ്റ് ബൈറ്റ് കം ഓൺ. 6 ഐറ്റം കൂടി. ഇതാ ഗോൾഡാ. ഇതിന് സെയില് കൂടി ചിലപ്പോൾ കേരളത്തിൽ. ഗോൾഡ് മെഡൽ ഓയിലിന്റെ.
ഇല്ലേ ലോലിപോപ്പ് ഇല്ല, ചെറിയൊരു ചെറിയ സാധനം പറഞ്ഞപ്പോൾ ഇല്ല. ഈ ചെറുത് ഓർഡർ ചെയ്യാൻ പോകായിരുന്നു, അവന് എളുപ്പമായതിനായിട്ട്, പക്ഷെ അവിടെ ഇല്ല. എന്തായാലും ഒരു കോൾഡ് സ്ലോയും ഒരു ക്രഞ്ചി സുപ്രീമും ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കാൻ പറ്റും. എന്ത് പറ്റി? ഗോൾഡ് മെഡൽ ഓയിൽ സെറ്റാണോ? തീർക്കൂ. 10,000 മേടിച്ചിട്ടേ വരാനുള്ളതെന്ന് ആർക്കെങ്കിലും വാക്ക് കൊടുത്തായിരുന്നു? ഫ്രണ്ട്സിന് കൊടുത്തായിരുന്നു. ഒരു വെറൈറ്റി പിടിക്കാൻ. ലോലിപോപ്പ് ആണ് കുറച്ച് എളുപ്പമായാണ്, വിരിച്ചിട്ടില്ല ലോലിപോപ്പ്. രണ്ടാമതായിട്ട് അവൻ തീരാറാകുന്നു. വളരെ ചിന്തയിലൂടെയാണ് അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ കാണ്ട് ഈവൻ ഇമാജിൻ വാട്ട്സ് ഗോയിങ് ത്രൂ ഹിസ് ഹെഡ്. ഹിസ് തിങ്കിങ് എ ലോട്ട്, ദാറ്റ് മച്ച് ഇസ് സർട്ടൻ. ഞാൻ തന്നെ ടെൻഷനാവുന്നു കണ്ടിട്ട്. 5000 മതിയാവുമെന്ന് വിചാരിച്ചപ്പം അവൻ ഇടയ്ക്ക് ചൂണോ റിവേഴ്സ്. 5000 ഒന്നും പറ്റില്ല. അവസാനത്തെ ബൈറ്റ് പോകുന്നില്ല വയലോട്ട്. 2000 തീർന്നിരിക്കുന്നു. 4 ഐറ്റം കൂടി ഞാൻ പറ്റിക്കഴിഞ്ഞാൽ I'll give him 10K. ഇത്ര മിണ്ടി കിടന്നവനാണ്, ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. അവൻ 6 കിലോ എന്തോ ഒക്കെ പറഞ്ഞിട്ടൊന്നും നാളെ വിട്ടുകൊടുക്കാത്തത്. നിന്റെ കോക്ക് വന്ന അവിടെ അല്ലത് ഇവിടം വരെ ഫുഡ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടം വരെ കോൾഡ് സ്ലോ കഴിക്കുന്നു. അതിന് പൈസ എന്തായാലും വേണം, എന്തോ ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഡിമോട്ടിവേറ്റീവ് അല്ല, എന്ന് വെച്ചാൽ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നോണ്ട് ഞാൻ വേണ്ടെന്ന് പറയുക. പക്ഷെ പയ്യൻ വേണ്ട. നീ കഴിക്കുക, നീ കഴിക്കും, നീ പറ. എനിക്കറിയാം നീ കഴിക്കുന്നു പറയാനുള്ളത്. ഞാൻ കഴിക്കും. ഗോൾഡ് മെഡലോ? ഇത് ശരിയല്ല. ഇത് 2 കൂടി 7.5K. 7.5K സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു വീഡിയോക്കാണ്. അതിനൊക്കെ ഇപ്പോൾ പിന്നെ ഇടുക. നിനക്ക് പൈസക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ടോ? ഇല്ല, അങ്ങനെ ആവശ്യമൊന്നുമില്ല. പൈസക്ക് ആവശ്യമില്ല. അപ്പൊ ഇത്ര മെനക്കെടുന്നില്ല. ഇവിടെ വരെ വന്നില്ലേ? പൈസക്ക് ആവശ്യമില്ല. എന്തായാലും കുട്ടിക്ക് കഴിക്കാനല്ലോ. ഇത് കഴിച്ചു കഴിയുമ്പോൾ 10,000 പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ട, ഇത്ര തന്നെ കുറെ ആയി. ChatGPT വിൽ പവർ എന്ന് കണ്ട പറഞ്ഞു കൊടുത്തു. ഹാഫ് ആയിരിക്കുന്നു, ഇനിയൊന്നും ബാക്കിയില്ല. ഒരു എനർജി ഒക്കെ എവിടെ നിന്ന് തപ്പിപ്പിടിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് ഇതുവരെയുള്ള എഫേർട്ട് വൈസ് വെച്ചാൽ ഒട്ടും എളുപ്പമല്ലായിരുന്നു. എഫേർട്ട് വൈസ് ഐ തിങ്ക് ദ ബെസ്റ്റ് എഫേർട്ട് അപ് ടിൽ നൗ. ആരും ഇത്ര സ്ട്രഗിൾ ചെയ്ത് കഴിച്ചിട്ടില്ല. കോസ്റ്റ്ലൊക്കെ ഫുള്ളും എടുത്തത്. ഫൈനൽ സ്ട്രെച്ച് എത്തിയിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ എത്ര ഫൈനൽ സ്ട്രെച്ച് ഇവൻ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ബസ് കാണുന്നതൊക്കെ കേട്ടോ, ആ ബുദ്ധിമുട്ടാണ്. കഴിച്ചാൽ അറിയാം. ഇവൻ്റെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ഞാൻ തമാശ പറയല്ല. 2-3 ജനറേഷനിലുള്ള എല്ലാ ആൾക്കാരെയും ഓർത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. ഇവൻ വിട്ടുകൊടുക്കാതിരിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒട്ടും തന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല, സ്വന്തമായിട്ട് പറഞ്ഞു 7.5 ട്രൈ ചെയ്യുന്നു. 7.5 ഇല്ല, പക്ഷെ അവൻ ഇത്ര ട്രൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നതുകൊണ്ട് കൊടുത്തേ. ചെയ്തോ? എന്ത് ചെയ്യാനാ, എങ്ങനെയെങ്കിലും 7.5Kയുടെ ഫുഡ് അവനെ തീരുകയാണ്. 1 ബൈറ്റേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. പക്ഷെ അവനായതുകൊണ്ട് ഇപ്പോൾ അവന് 4-5 ബൈറ്റ് എടുക്കുന്നു. ഫൈനൽ ബൈറ്റ് തീർന്നിരിക്കുന്നു. എങ്ങനെയാണോ തീർന്നത്? ഞാൻ അതേ ഉള്ളൂ, കഴിഞ്ഞു. തീർന്നല്ല, ഇനിയില്ലല്ല. ഓ ഭാഗ്യം. 7.5K കൊടുത്തേക്കാല്ലേ ഇവനിയും കഴിക്കും പറയും. പതുക്കെ എഴുന്നേക്കുക. ഫൈനലി അങ്ങനെ അവൻ മതിയെന്ന് തീരുമാനിച്ചു. എത്ര ബില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടല്ലോ. 1564. അപ്പോൾ 7500 രൂപ. ഇല്ലാത്ത ചെക്ക് പോയിന്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞ ചെക്ക് പോയിന്റ്. എത്ര നമ്പർ പറ? ഓ സ്കാനറൊക്കെയാണ്. പൈസ കിട്ടും കേട്ടാ, 2 പൈസ. അപ്പം എല്ലാം പറയണ്ട. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അർജുൻബായുടെ കരിയർ ഓപ്പർച്യൂണിറ്റി അതില്ല. അപ്രതീക്ഷിതമായിട്ടൊരു ടെക്സ്റ്റ് കാരണം ഞാനിപ്പം ഇവിടെ ചിരിക്കുന്ന ഫ്രണ്ടിലും പിന്നെ മോട്ടിവേഷൻ കിട്ടി. ഇച്ചിരി കൂടെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. വീട്ടിൽ പോ. എന്നാലും ഞാൻ പോട്ടെ. ശരി, പ്ലസ് മീറ്റിംഗ്.